കഴിഞ്ഞ 60 മണിക്കൂറായി ഇന്ത്യയിലെ പ്രധാന മാധ്യമങ്ങളെല്ലാം വലിയ തലക്കെട്ടായി നൽകിയിരുന്നത് പ്രമുഖ നടൻ സെയ്ഫ് അലി ഖാന് കുത്തുകിട്ടിയതും ആ വീട്ടിൽ നടന്ന ആക്രമണ സംഭവങ്ങളുമായിരുന്നു. പല രീതിയിൽ കഥകൾ പ്രചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ കരീന കപൂർ പറഞ്ഞത് ഗോസിപ്പുകൾ തൽക്കാലം വേണ്ട, ഏതായാലും അദ്ദേഹം സുഖം പ്രാപിച്ചു വരട്ടെ, ബാക്കി കാര്യങ്ങൾ അപ്പോൾ അറിയാവുന്നതാണ്. ഏതായാലും മുംബൈ പോലീസ് പ്രതികളെ ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല. പലരെയും കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും പിന്നീട് വിട്ടയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു വലിയ ചേസിംഗ് 20 അംഗ പോലീസ് സംഘമാണ് ഈ അന്വേഷണത്തിന് വേണ്ടി വിവിധ ഇടങ്ങളിലേക്ക് പോയിരുന്നത്. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത വളരെ ആശ്വാസകരമാണ്. സെയ്ഫ് അലി ഖാനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ മധ്യപ്രദേശിൽ നിന്ന് പോലീസ് പിടികൂടിയിരിക്കുന്നു, മുംബൈയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. കാരണം ഈ സെയ്ഫ് അലി ഖാൻ കുത്തേറ്റതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പല വഴിക്ക് നീങ്ങുമ്പോൾ അതിൽ ചില മതപരമായ ചില വാർത്തകളും മറ്റുമൊക്കെ പല മാധ്യമങ്ങളും നൽകുന്നുണ്ട്. ഏതായാലും എന്താണ് അവിടെ സംഭവിച്ചത്? കാരണം ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്ന ഒരു കേസായിട്ട് തന്നെയാണ് ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ, ഇല്ലെങ്കിൽ പൊതുസമൂഹത്തെ നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ബാന്ദ്രയിലെ അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് 6 കുത്തേറ്റ സെയ്ഫ് അലി ഖാൻ ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു എന്നുള്ള വാർത്തകളും വരുന്നു. പോലീസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു FIR മാത്രമാണ്. അതായത് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 311, അതായത് മരണമോ അല്ലെങ്കിൽ മരണത്തിന് ഉതകുന്ന തരത്തിൽ ഗുരുതരമായി പരിക്കേൽപ്പിച്ചിട്ട് മോഷണം നടത്താനുള്ള ശ്രമം, ഒപ്പം തന്നെ 331(4) സെക്ഷനിൽ വരുന്ന അതായത് ഭവനഭേദനം എന്നീ 2 വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള FIR മാത്രമാണ്. കരീനയുടെയും ഒപ്പം തന്നെ വേലക്കാരിയുടെ മൊഴി എടുത്തതിന് ശേഷമാണ് അങ്ങനെ ഒരു FIR ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രതിയെ കിട്ടിയതിന് ശേഷം ഇനി ഉള്ള കാര്യങ്ങളാണ്. ഏതായാലും പോലീസിൻ്റെ കഴിഞ്ഞ 60 മണിക്കൂർ നീണ്ട ചേസിങ്ങിന് വിരാമമായിരിക്കുന്നു. മധ്യപ്രദേശിൽ ഒരു സിനിമയുടെ ട്രെയിലർ പോലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങൾ ഈ വാർത്തയെ മുൻപോട്ട് കൊണ്ടുപോയിരുന്നത്. കാരണം ആർക്കും ഒരു എത്തും പിടിയും കിട്ടാത്ത രീതിയിലുള്ള ഒരു ദുരൂഹമായ ഒരു ആക്രമണം. കാരണം അതീവ സുരക്ഷ ഉള്ള ഒരു അപ്പാർട്ട്മെൻറ്റ്, 12 നിലകളുള്ള അപ്പാർട്ട്മെൻറ്റ്, 50ഓളം പരിചാരകളുള്ള അപ്പാർട്ട്മെൻറ്റ്, അതിൽ ഗസ്റ്റുകൾക്ക് മാത്രം താമസിക്കാൻ മാത്രമായ ഒരു ഫ്ലാറ്റ്, അങ്ങനെ എല്ലാം സെപ്പറേറ്റുള്ള അതീവ സുരക്ഷയുള്ള ഒരിടം, കോടാനുകോടിക്കണക്കിന് രൂപയുടെ സ്വത്തിനുടമയായ ഒരു നടൻ, സെലിബ്രിറ്റി, അദ്ദേഹത്തിൻ്റെ ഭാര്യ സെലിബ്രിറ്റിയാണ്. വിവിധ തരത്തിലുള്ള സിദ്ധാന്തങ്ങളും പല രീതിയിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഇത് മോഷണ ശ്രമമാണോ, അതോ ഈ കുട്ടികളെ ബന്ദിയാക്കിക്കൊണ്ട് സെയ്ഫ് അലി ഖാനോട് വിലപേശം നടത്തിയ തന്ത്രമാണോ, ഇനി മറ്റെന്തെങ്കിലും ഇഷ്യൂസുകളുണ്ടോ, ഏതാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അല്പം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഏതായാലും 60 മണിക്കൂറിന് ശേഷം പ്രതിയെ പിടികൂടി എന്നുള്ളത് തന്നെ വലിയ ഒരു വാർത്ത തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.